അവളുടെ വലതു കണ്ണായിരുന്നു. ഞാൻ പറഞ്ഞു. അറ്റിക്കസ് മിസ്റ്റർ ടേറ്റിനെ നോക്കി. ഏതു വശത്തായിരുന്നു വീണ്ടും? ഹെക്ക്, വലതുവശത്ത് മിസ്റ്റർ ഫിഞ്ച്. പക്ഷേ അവൾക്ക് മറ്റു ചതവുകളും ഉണ്ടായിരുന്നു. അവയെക്കുറിച്ച് കേൾക്കണോ? അതെ. അവളുടെ മറ്റു പരിക്കുകൾ എന്തായിരുന്നു? അവളുടെ കൈകളിൽ ചതവുകളുണ്ടായിരുന്നു. അവൾ കഴുത്തു കാണിച്ചു തന്നു. അവളുടെ തൊണ്ടയിൽ വ്യക്തമായ വിരൽപ്പാടുകളുണ്ടായിരുന്നു. കഴുത്തിനു ചുറ്റും, പിൻഭാഗത്തും. അവയെല്ലാം ചുറ്റുമുണ്ടായിരുന്നു എന്ന് ഞാൻ പറയും, മിസ്റ്റർ ഫിഞ്ച്. അങ്ങനെയാണോ? അതെ സർ. അവൾക്ക് ചെറിയ കഴുത്തായിരുന്നു. ആർക്കും കൈകൊണ്ട് ചുറ്റിപ്പിടിക്കാൻ കഴിയുമായിരുന്നു. ചോദ്യത്തിന് അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം ഉത്തരം പറയുക ഷെരീഫ്, അറ്റിക്കസ് വരണ്ട സ്വരത്തിൽ പറഞ്ഞു. മിസ്റ്റർ ടേറ്റ് നിശബ്ദനായി. മിസ്റ്റർ ടേറ്റിന്റെ സാക്ഷിമൊഴി പൂർത്തിയായി. അദ്ദേഹം സാക്ഷിക്കൂട്ടിൽ നിന്നിറങ്ങി. എല്ലാവരും അല്പം അനങ്ങി, പരസ്പരം മന്ത്രിച്ചു. അതെന്തായിരുന്നു എന്ന് ഡിൽ റെവറൻഡ് സൈക്സുമോട് ചോദിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇതുവരെ കാര്യങ്ങൾ തീർത്തും വിരസമായിരുന്നു. എതിർഭാഗം വക്കീലിൽ നിന്ന് വാദങ്ങളുണ്ടായിരുന്നില്ല, നാടകീയതയുമുണ്ടായിരുന്നില്ല. ജെമ്പൊഴികെ എല്ലാവരും ശാന്തരായിരുന്നു. റോബർട്ട് ഇ ലീ യുവൽ. ഗുമസ്തന്റെ മുഴങ്ങുന്ന ശബ്ദത്തിനു മറുപടിയായി ഒരു മനുഷ്യൻ എഴുന്നേറ്റ് സാക്ഷിക്കൂട്ടിലേക്ക് ഗമയോടെ നടന്നു. പേര് കേട്ടപ്പോൾ അയാളുടെ കഴുത്തിന്റെ പിൻഭാഗം ചുവന്നു. അയാൾ സാക്ഷിക്കൂട്ടിൽ നിൽക്കാൻ തിരിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടു. നെറ്റിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നേർത്ത മുടി, നേർത്തതും കൂർത്തതുമായ മൂക്ക്, എടുത്തു പറയാനില്ലാത്ത താടി. ഓരോ പട്ടണത്തിലും യുവൽമാരെപ്പോലുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു. അവർ സാമൂഹിക സഹായത്തിൽ ജീവിച്ചു. ഒരു സ്കൂൾ അധികാരിക്കും കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ വൃത്തികെട്ട ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന രോഗങ്ങളിൽ നിന്ന് ഒരാരോഗ്യ ഉദ്യോഗസ്ഥനും അവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. യുവൽമാർ പട്ടണത്തിലെ മാലിന്യക്കൂമ്പാരത്തിനു പിന്നിൽ ഒരു കാലത്ത് നീഗ്രോ കുടിലായിരുന്ന ഒരിടത്താണ് താമസിച്ചിരുന്നത്. 4 ചെറിയ മുറികളുള്ള ഒരു സമചതുരാകൃതിയിലുള്ള കുടിലാണത്. അതിലെ ജനലുകൾ ഭിത്തികളിലെ തുറന്ന ഇടങ്ങളായിരുന്നു. വേനൽക്കാലത്ത് കീടങ്ങളെ അകറ്റാൻ എണ്ണമയ ഉനച്ചീസ് മുത്തുകൊണ്ട് മൂടിയിരുന്നു. അവരുടെ മുറ്റം വൃത്തിഹീനമായിരുന്നു. അതിലൊരു മോഡൽ ടി ഫോർഡിന്റെ അവശിഷ്ടങ്ങൾ, ഉപേക്ഷിച്ച ഒരു ദന്തഡോക്ടറുടെ കസേര, ഒരു പഴയ ഐസ് പെട്ടി, കൂടാതെ ചെറിയ സാധനങ്ങളായ പഴയ ഷൂസുകൾ, കേടായ ടേബിൾ റേഡിയോകൾ, ചിത്രഫ്രെയിമുകൾ, പഴംഭരണി എന്നിവയുമുണ്ടായിരുന്നു. മുറ്റത്തിന്റെ ഒരു കോണിൽ പക്ഷേ മേയ്ക്കോമ്പിനെ അത്ഭുതപ്പെടുത്തി. വേലിക്കരികിൽ ഒരു നിരയിൽ 6 ചിപ്പുവീണ ഇനാമൽ സ്ലോപ്പ് ജാറുകളിൽ തിളക്കമുള്ള ചുവന്ന ജെറേഡിയം പൂക്കളുണ്ടായിരുന്നു. മിസ് മോഡി ആറ്റ്കിൻസിന്റെ പൂന്തോട്ടത്തിലേതെന്ന പോലെ അവയെ അതിസൂക്ഷ്മമായി പരിപാലിച്ചിരുന്നു. അവ മയേല യുവലിന്റേതാണെന്ന് ആളുകൾ പറഞ്ഞു. അവിടെ എത്ര കുട്ടികളുണ്ടെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. ചിലർ 6 കരുതി, മറ്റു ചിലർ 9 പറഞ്ഞു. ആരെങ്കിലും കടന്നു പോകുമ്പോൾ ജനലുകളിൽ എപ്പോഴും വൃത്തികെട്ട മുഖമുള്ള ചില കുട്ടികളുണ്ടായിരുന്നു. മിസ്റ്റർ റോബർട്ട് യുവൽ, മിസ്റ്റർ ഗിൽമർ ചോദിച്ചു. അതാണെന്റെ പേര്, ക്യാപ്റ്റൻ, സാക്ഷി പറഞ്ഞു. മിസ്റ്റർ ഗിൽമറുടെ നടുവ് നിവർന്നു. നിങ്ങൾ മയേല യുവലിന്റെ അച്ഛനാണോ? അടുത്ത ചോദ്യം അതായിരുന്നു. ഞാനല്ലെങ്കിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവളുടെ അമ്മ മരിച്ചുപോയി. അതായിരുന്നു മറുപടി. കോടതി മുറിയിലെ ചിരിയെല്ലാം അടങ്ങുന്ന രീതിയിൽ ജഡ്ജി ടൈലർ ഇടപെട്ടു. നിങ്ങൾ മയേല യുവലിന്റെ അച്ഛനാണോ? അതെ സർ, മിസ്റ്റർ യുവൽ സൗമ്യമായി പറഞ്ഞു. ജഡ്ജി ടൈലർ വീണ്ടും സംസാരിച്ചു. ഈ കോടതിമുറിയിൽ ആരിൽ നിന്നും ഒരു വിഷയത്തിലും അശ്ലീലമായ ഊഹാപോഹങ്ങൾ ഇനി സ്വീകരിക്കില്ലെന്നും മിസ്റ്റർ യുവലിനെ അറിയിച്ചു. മിസ്റ്റർ ഗിൽമർ തുടർന്നു. നന്ദി സർ. മിസ്റ്റർ യുവൽ, നവംബർ 21-ാം തീയതി വൈകുന്നേരം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളുടെ വാക്കുകളിൽ ഞങ്ങളോട് പറയാമോ? നവംബർ 21 രാത്രി ഞാൻ വിറകുമായി കാട്ടിൽ നിന്ന് വരികയായിരുന്നു. വേലിക്കരികിലെത്തിയപ്പോൾ മയേല വീടിനകത്തു കുടുങ്ങിയ പന്നിയെപ്പോലെ അലർന്നത് ഞാൻ കേട്ടു. അതേത് സമയത്തായിരുന്നു മിസ്റ്റർ യുവൽ? സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടുമുമ്പ്. ഞാൻ പറഞ്ഞു വരികയായിരുന്നു. മയേല്ല യേശുവിനെ തോൽപ്പിക്കാൻ തക്കവണ്ണം അലറുകയായിരുന്നു. ബെഞ്ചിൽ നിന്നുള്ള മറ്റൊരു നോട്ടം മിസ്റ്റർ യുവലിനെ നിശബ്ദനാക്കി. അതെ, അവൾ അലറുകയായിരുന്നു, മിസ്റ്റർ ഗിൽമർ പറഞ്ഞു. മയേല്ല ഈ വലിയ ബഹളമുണ്ടാക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനെന്റെ ഭാരം താഴെയിട്ട് കഴിയുന്നത്ര വേഗത്തിലോടി. പക്ഷേ ഞാൻ വേലിയിൽ തട്ടി. എന്നാൽ കുരുക്കഴിഞ്ഞപ്പോൾ ഞാൻ ജനലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാൻ കണ്ടു. മിസ്റ്റർ യുവലിന്റെ മുഖം ചുവന്നു തുടുത്തു. അയാൾ എഴുന്നേറ്റ് ടോം റോബിൻസണിന് നേരെ വിരൽ ചൂണ്ടി. അതാ ആ കറുത്ത നീചൻ എന്റെ മയേല്ലയെ ബലാത്സംഗം ചെയ്യുന്നത് ഞാൻ കണ്ടു. കോടതിമുറി ശാന്തമാകുന്നതുവരെ ജഡ്ജി ടൈലർ 5 മിനിറ്റോളം തന്റെ ചുറ്റിക ഉപയോഗിച്ചു. റെവറൻഡ് സൈക്സ് ഡില്ലിന്റെ അടുത്തേക്ക് ചാഞ്ഞ് ജെമ്മിനോട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ജെം തല തിരിച്ചു. സ്കൗട്ട്, വീട്ടിൽ പോകൂ. ഡിൽ, നീയും സ്കൗട്ടും വീട്ടിൽ പോകൂ. ആദ്യം എന്നെ നിർബന്ധിക്ക്. അറ്റിക്കസിന്റെ വാഗ്ദാനമോർത്ത് ഞാൻ പറഞ്ഞു. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, റെവറൻഡ്. അവൾക്കിത് മനസ്സിലാകുന്നില്ല. എനിക്ക് ദേഷ്യം വന്നു. തീർച്ചയായും എനിക്കറിയാം,
നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്തും എനിക്ക് മനസ്സിലാകും. റെവറൻ സൈക്സ് പരിഭ്രാന്തനായി. മിസ്റ്റർ ഫിഞ്ച്, നിങ്ങളിവിടെയുണ്ടെന്നറിയുമോ? ഇത് മിസ് ജീൻ ലൂയിസിനോ നിങ്ങൾ ആൺകുട്ടികൾക്കോ ചേർന്നതല്ല. ജെം തലയാട്ടി. ഇത്ര ദൂരെ നിന്ന് അദ്ദേഹത്തിന് ഞങ്ങളെ കാണാൻ കഴിയില്ല. കുഴപ്പമില്ല റെവറന്റ്. ജെം ജയിച്ചു. അവൻ ഞങ്ങളെ അവിടെ നിർത്തി. ജഡ്ജ് ടെയ്ലർ ഒടുവിൽ കോടതി മുറിയെ നിയന്ത്രണത്തിലാക്കി. ബോബ് യൂവൽ താനുണ്ടാക്കിയ കോലാഹലത്തിൽ അതിയായി സന്തോഷവാനായി കാണപ്പെട്ടു. കൂടുതൽ ബഹളങ്ങളുണ്ടായാൽ എല്ലാ കാഴ്ചക്കാരെയും കോടതി മുറിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ജഡ്ജി ടെയ്ലർ ഭീഷണിപ്പെടുത്തി. തുടങ്ങിക്കോളൂ മിസ്റ്റർ ഗിൽമർ, ജഡ്ജി ടെയ്ലർ പറഞ്ഞു. മിസ്റ്റർ യൂവൽ, പ്രതി നിങ്ങളുടെ മകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് നിങ്ങൾ കണ്ടോ? അതെ, ഞാൻ കണ്ടു. നിങ്ങൾ ജനലിന്റെ അടുത്തായിരുന്നു എന്ന് പറയുന്നു, മിസ്റ്റർ ഗിൽമർ ചോദിച്ചു. അതെ സർ. നിലത്തുനിന്ന് എത്ര ദൂരമുണ്ട്? ഏകദേശം 3 അടി. നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചയുണ്ടായിരുന്നോ? അതെ സർ. മുറി എങ്ങനെയായിരുന്നു? അത് മുഴുവൻ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു, ഒരു വഴക്കുണ്ടായതുപോലെ. പ്രതിയെ കണ്ടപ്പോൾ നിന്നനിദ്ധിച്ചിരുന്നു. ഞാൻ അകത്ത് കയറാൻ വീടിനു ചുറ്റും ഓടി. പക്ഷെ അവൻ എനിക്ക് തൊട്ടുമുമ്പ് മുൻവാതിലിലൂടെ ഓടിപ്പോയി. അവൻ ആരാണെന്ന് ഞാൻ കണ്ടു. ശരിയാണ്. മയേലയെക്കുറിച്ചുള്ള എന്റെ ശ്രദ്ധ കാരണം അവനെ പിന്തുടരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ വീട്ടിലേക്ക് ഓടിക്കയറി. അവൾ തറയിൽ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. പിന്നെ നിങ്ങളെന്തു ചെയ്തു? ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ ടേറ്റിനെ വിളിക്കാൻ ഓടി. അവൻ ആരാണെന്ന് എനിക്കറിയാമായിരുന്നു. ശരിയാണ്, ആ നീചന്മാരുടെ കൂട്ടിൽ താഴെയാണവൻ താമസിച്ചിരുന്നത്. എല്ലാ ദിവസവും വീടിന്റെ അടുത്തുകൂടി പോകാറുണ്ട്. ജഡ്ജി, ആ കൂട് വൃത്തിയാക്കാൻ ഞാൻ ഈ കൗണ്ടിയോട് 15 വർഷമായി ആവശ്യപ്പെടുന്നു. അവർ ചുറ്റും താമസിക്കുന്നത് അപകടകരമാണ്, എന്റെ സ്വത്തിന് വിലയിടിക്കുന്നതിനു പുറമെ. നന്ദി മിസ്റ്റർ യുവൽ, മിസ്റ്റർ ഗിൽമർ തിടുക്കത്തിൽ പറഞ്ഞു. ബോബ് യുവൽ സാക്ഷിക്കൂട്ടിൽ നിന്ന് തിടുക്കത്തിൽ പിൻവാങ്ങി. പക്ഷേ ആറ്റിക്കസും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ എഴുന്നേറ്റിരുന്നു. മിസ്റ്റർ യൂവൽ സാക്ഷിക്കൂട്ടിലേക്ക് പിന്നോട്ടു നടന്നു. ജനക്കൂട്ടം അയാളെ നോക്കി ചിരിച്ചു. മിസ്റ്റർ യൂവൽ, അറ്റിക്കസ് തുടങ്ങി. ആ രാത്രി ആളുകൾ ഒരുപാടോടി. നോക്കട്ടെ, നിങ്ങൾ വീട്ടിലേക്കോടി, ജനലിന്റെ അടുത്തേക്കോടി, അകത്തേക്കോടി, മയേലയുടെ അടുത്തേക്കോടി, മിസ്റ്റർ ടേറ്റിനെ വിളിക്കാൻ ഓടിയെന്നു പറയുന്നു. ഈ ഓട്ടത്തിനിടയിൽ നിങ്ങളൊരു ഡോക്ടറെ വിളിക്കാൻ ഓടിയോ? ആവശ്യമില്ലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, അറ്റിക്കസ് പറഞ്ഞു. മയേലയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ലായിരുന്നോ? തീർച്ചയായും എനിക്കുണ്ടായിരുന്നു, മിസ്റ്റർ യുവൽ പറഞ്ഞു. ആരാണ് ചെയ്തതെന്ന് ഞാൻ കണ്ടു. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ ശാരീരിക അവസ്ഥയാണ്. അവളുടെ പരിക്കുകളുടെ സ്വഭാവം അടിയന്തര വൈദ്യസഹായം അർഹിക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതിയോ? എന്ത്? അവൾക്ക് ഉടനൊരു ഡോക്ടറെ കാണിക്കണമെന്ന് നിങ്ങൾ കരുതിയില്ലേ? മിസ്റ്റർ യൂവൽ തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഡോക്ടറെ വിളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിന് $5 ചിലവാകുമായിരുന്നു. മിസ്റ്റർ ഹെക്ക് ടേറ്റിന്റെ സാക്ഷിമൊഴി കേട്ടോ എന്ന് അറ്റിക്കസ് ചോദിച്ചു. കേട്ടു എന്നയാൾ പറഞ്ഞു. അറ്റിക്കസ് ചോദിച്ചു, മായേലയുടെ പരിക്കുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതെങ്ങനെ? മിസ്റ്റർ ടേറ്റ് സാക്ഷിമൊഴി നൽകിയത് അവളുടെ വലത് കണ്ണ് കറുത്തിരുന്നു, അവളെ ചുറ്റും തല്ലിയിരുന്നു. ഓ അതെ, സാക്ഷി പറഞ്ഞു. ടേറ്റു പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എനിക്കൊന്ന് ഉറപ്പുവരുത്തണം. അവളുടെ ഏത് കണ്ണാണ്? ഇടത്. ഓ അതെ, അതവളുടെ വലത് കണ്ണായിരിക്കും. അതവളുടെ വലത് കണ്ണായിരുന്നു. ഞാൻ ടേറ്റിനോട് യോജിക്കുന്നു. അവളുടെ കണ്ണ് കറുത്തിരുന്നു, അവളെ നന്നായി തല്ലിയിരുന്നു, മിസ്റ്റർ യൂവൽ മറുപടി പറഞ്ഞു. മിസ്റ്റർ യൂവൽ, നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയുമോ? തീർച്ചയായും എനിക്കറിയാം. നിങ്ങളുടെ പേരെഴുതി കാണിക്കാമോ? തീർച്ചയായും ഞാൻ ചെയ്യും. ഞാൻ എങ്ങനെയാണ് എന്റെ ദുരിതാശ്വാസ ചെക്കുകളിൽ ഒപ്പിടുന്നതെന്ന് നിങ്ങൾ കരുതുന്നു? മിസ്റ്റർ യൂവൽ തന്റെ പേരെഴുതി. എന്താണിത്ര താൽപ്പര്യമുള്ളത്? അയാൾ ചോദിച്ചു. നിങ്ങൾ ഇടങ്കയ്യനാണ് മിസ്റ്റർ യൂവൽ, ജഡ്ജി ടെയ്ലർ പറഞ്ഞു. മിസ്റ്റർ യൂവലിന് ദേഷ്യം വന്നു. ഇടങ്കയ്യനാകുന്നതിന് ഇതിലെന്തു ബന്ധമാണുള്ളതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മിസ്റ്റർ ഗിൽമർ അയാളോടൊരു ചോദ്യം കൂടി ചോദിച്ചു. നിങ്ങളുടെ ഇടങ്കൈ കൊണ്ട് എഴുതുന്നതിനെക്കുറിച്ച്. നിങ്ങൾ ഇരുകൈകളും ഒരുപോലെ ഉപയോഗിക്കുന്ന ആളാണോ മിസ്റ്റർ യൂവൽ? തീർച്ചയായുമല്ല. എനിക്ക് ഒരു കൈ മറ്റേ കൈയെപ്പോലെ നന്നായി ഉപയോഗിക്കാൻ കഴിയും. ഒരു കൈ മറ്റേ കൈയെപ്പോലെ. അയാൾ പ്രതിഭാഗ മേശയിലേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് കൂട്ടിച്ചേർത്തു. ജെം ആവേശഭരിതനായി. നമ്മൾ അവനെ കുടുക്കി. ഞാൻ അങ്ങനെ കരുതിയില്ല. മയ്യേലയെ കൂടുതലും അവളുടെ വലതുവശത്താണ് തല്ലിയിരുന്നത്. അതുകൊണ്ട് അതൊരു ഇടംകയ്യൻ ചെയ്തതായിരിക്കണം എന്ന് അറ്റിക്കസ് കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ടോം റോബിൻസണും എളുപ്പത്തിൽ ഇടംകയ്യനായിരിക്കാം. അധ്യായം 18. ഗുമസ്തന്റെ മുഴങ്ങുന്ന ശബ്ദം മുഴങ്ങി. മയ്യേല വയലറ്റ് യൂവൽ. ഒരു യുവതി സാക്ഷിക്കൂട്ടിലേക്ക് നടന്നു. സാക്ഷി സത്യപ്രതിജ്ഞ ചെയ്യാൻ കൈയുയർത്തി. അവൾ കഠിനാധ്വാനം ചെയ്ത് ശീലിച്ച ഒരു തടിച്ച ശരീരമുള്ള പെൺകുട്ടിയായിരുന്നു. മയേല വൃത്തിയായിരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതും വ്യക്തമായിരുന്നു. യുവൽമാരുടെ മുറ്റത്തെ ചുവന്ന ജെറേനിയം പൂക്കൾ എന്നെ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ വർഷം നവംബർ 21 വൈകുന്നേരം എന്താണ് സംഭവിച്ചതെന്ന് സ്വന്തം വാക്കുകളിൽ ജൂറിയോട് പറയാൻ മിസ്റ്റർ ഗിൽമർ മയേലയോട് ആവശ്യപ്പെട്ടു. മയേല നിശബ്ദയായിരുന്നു. ആ വൈകുന്നേരം സന്ധ്യാസമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു?
മിസ്റ്റർ ഗിൽമർ ക്ഷമയോടെ ചോദിച്ചു. ഉമ്മറത്ത്. ഏതുമ്മറത്ത്? ഒന്നേയുള്ളൂ, മുൻവശത്തെ ഉമ്മറം. ഉമ്മറത്ത് നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? ഒന്നുമില്ല. ജഡ്ജ് ടെയ്ലർ പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളോട് പറയുക. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമല്ലോ, അല്ലേ? മയേല അയാളെ തുറിച്ചുനോക്കി. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. ജഡ്ജ് ടെയ്ലർ അവളെ കുറച്ചു നേരം കരയാൻ അനുവദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മതി.